അല്ല, കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരു 35-40 സീറ്റ് മതിയാവും. ബാക്കി അല്ല, ഇവിടെ CPM കോൺഗ്രസ് ഒക്കെ ഉണ്ടല്ലോ. വർഷങ്ങൾക്ക് മുൻപ് കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഇന്നൊരു സാക്ഷ്യമുണ്ട്. മറ്റത്തൂർ മാതൃകയ്ക്ക് നമോഭാഗം. അതുതാനല്ലയോ ഇത് എന്ന് ആർക്കും ആശങ്ക വേണ്ട. അതാണ് കോൺഗ്രസ്. വിശാല ജനാധിപത്യം എന്ന ഓമനപ്പേരിട്ട് വിളിച്ച സംഘടനാ ദൗർബല്യത്തിന് ജനാധിപത്യം കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? BJP അധികാരത്തിലെത്താൻ കോൺഗ്രസ് ജയിച്ചാൽ മതിയോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ പ്രവീൺ M. കുമാർ, മറ്റത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ശ്രീ VR അനൂപ്, കോൺഗ്രസിൽ നിന്ന്. ശ്രീ VK സനോജ്, CPM നിന്ന്. ശ്രീ ശ്യാംരാജ്, BJP നിന്ന്. ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നു. ശ്രീ VR അനൂപ്, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ അനൂപ് കേൾക്കാമോ? ഓക്കെ. ശ്രീ അനൂപ്, BJP അധികാരത്തിലെത്താൻ കോൺഗ്രസ് ജയിച്ചാൽ മതിയോ കേരളത്തിൽ? ഇല്ല, ഇത് അങ്ങനെ സ്ഥാപിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്. ഇപ്പൊ മറ്റത്തൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി നിലപാടിന് വിരുദ്ധമായി ചില മെമ്പർമാർ വോട്ട് ചെയ്യുന്നു. അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ടേ. ഇവിടെ ഞങ്ങളുടെ പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ടാണ് ജയിച്ചു വന്ന അംഗങ്ങൾ നിലപാടെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ അതിന് നടപടിയെടുത്തു. പക്ഷെ ഇത് ആരെങ്കിലും സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിന്റെ മെമ്പർമാർ ആകമാനം അങ്ങ് BJP-യിൽ പോയി ചേർന്നതൊന്നുമല്ലല്ലോ. ഒരു കോൺഗ്രസ് വിമതനെ തന്നെ ആണ് അവർ പിന്തുണയ്ക്കുന്നത്. പക്ഷെ ആ കോൺഗ്രസ് വിമതനെ BJP-യും കൂടി പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ BJP-യെ തൊട്ട ആളുകളുമായി ഒരു ബന്ധം പോലും ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ലൈനിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളതാണ്. ഇതേ പ്രശ്നം തൃശ്ശൂർ ജില്ലയിൽ ഉന്നയിക്കപ്പെടുമ്പോൾ തന്നെ കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിൽ ഭരിച്ച ഒരു മേയറെ BJP-ക്ക് വേണ്ടി വിട്ടുകൊടുത്ത ആളുകളാണ് CPM. ഇവിടെ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് വിമതരായി മത്സരിച്ച ഒരാളെ LDF മേയറായി വെക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പരസ്യമായി ഇതേ മേയർ രംഗത്ത് വരികയും അതിനെതിരെ ഞങ്ങൾ മാത്രമല്ല CPI ഉൾപ്പെടെ അതിന്റെ ഉന്നതരായ നേതാക്കന്മാർ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടും ആ മേയറെ തള്ളിപ്പറയാൻ തയ്യാറാവാതിരുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി പരസ്യമായി പ്രചരണ രംഗത്ത് വന്ന സുരേഷ് ഗോപിയെ പരസ്യമായി എത്രയോ വേദികൾ പ്രകീർത്തിച്ച തൃശൂർ മേയറെ അപ്പോഴും ഈ ഭരണം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ആ സമയത്ത് പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവാതിരുന്ന ആളുകളാണ് ഞങ്ങളെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് 5 വർഷമല്ല 1000 വട്ടം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും BJP-യെ തൊടുന്ന പ്രശ്നം ഉദിക്കുന്നു എന്നില്ല എന്നത് മാത്രമല്ല BJP-യെ തൊട്ട ആളുകളെ പോലും തൊടാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ എടുത്തൊരു പൊളിറ്റിക്കൽ പൊസിഷന്റെ ദാർഢ്യം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടി പറയുന്നത് അനുസരിക്കാത്തവരാണ് നിങ്ങളുടെ ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ എന്ന മുൻധാരണയോടുകൂടി വേണം ആളുകൾ വോട്ട് ചെയ്യാൻ. മാധു, അത്തരമൊരു സ്ഥിതി ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മാധുവിന്റെ വിമർശനത്തെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ പറയുന്ന കോൺഗ്രസിനകത്ത് പാർട്ടി ലൈനിന് വിരുദ്ധമായി അത്തരം കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ സംഘടനാപരമായി ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ച് CPM-ന്റെ പാർട്ടി ലൈൻ അനുസരിച്ച് തന്നെ ഞാൻ ചോദിക്കുന്നത് അത് നോക്കൂ. ഞാൻ CPM-ന്റെ പ്രതിനിധി ചർച്ചയിൽ ചേരുന്ന മുറയ്ക്ക് CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവരോട് ചോദിക്കാം. ശ്രീ VR അനൂപ്, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ്. ശ്രീ VR അനൂപ്, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ്. ശ്രീ VR അനൂപ്, ഇപ്പോ നിങ്ങളുടെ സംഘടനാ തീരുമാനങ്ങൾ അനുസരിക്കാൻ തയ്യാറാകാത്ത ഒരു പറ്റം ആളുകൾ അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തുറന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ കോൺഗ്രസിന് എന്ത് വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യണം? ഈ ചർച്ചയുടെ തുടക്കത്തിൽ കെ സുരേന്ദ്രൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു പ്രതികരണം ഞാൻ കാണിക്കുകയുണ്ടായി. വെറുതെ എടുത്തങ്ങ് ശരി ഇന്ന് കെ സുരേന്ദ്രൻ ഒരു പ്രതികരണം കാണിച്ചു കളയാമെന്ന് വിചാരിക്കുന്നതല്ലോ. ഇവിടെ കോൺഗ്രസും ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് BJP അത് പറയുന്നത് എന്നുള്ളതാണോ ജനങ്ങൾ വിചാരിക്കേണ്ടത് എന്നുള്ളതാണ്. നോക്കൂ, ഇതിപ്പോ CPM-ൽ അങ്ങനെയല്ലേ, CPM-ൽ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്വതന്ത്രയെ നിങ്ങൾ മത്സരിപ്പിച്ച് അവർക്ക് നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ പിന്തുണ കൊടുത്തവർ പ്രസിഡന്റ് ആയിരിക്കുന്നു. അവർ ഈ സമയത്തും രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. നാളെ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഒരു ടൈ വരികയാണ് എങ്കിൽ BJP-യോടൊപ്പം ചേർന്നാൽ ഭരിക്കാം എന്ന് നിങ്ങളുടെ പാർട്ടി MLA-മാർ വിചാരിക്കില്ല എന്ന് കേരളത്തിലുള്ളവർ വിചാരിക്കണമോ? മാധു, ഇത് തുടക്കം മുതലേ ഈ പ്രശ്നത്തിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു നരേറ്റീവ് പ്രചരിപ്പിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം നടക്കുന്നുണ്ട്. ഇവിടെ
അല്ല, ഇവിടെ BJP സ്ഥാനാർത്ഥിക്കോ ആണോ കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ പാർട്ടി നിലപാടിന് വിരുദ്ധമായി വോട്ട് ചെയ്ത ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി നിലപാടിനെ ഞങ്ങളുടെ പാർട്ടി മെമ്പർമാർ ലംഘിച്ചു. ഗുരുതരമായ അച്ചടക്ക ലംഘനം സംഘടനാപരമായി നോക്കുമ്പോൾ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കത്തിനില്ല. പക്ഷേ നേരത്തെ പറഞ്ഞത് തെറ്റാണ്. ഇത് BJPക്ക് അല്ലാതെ കോൺഗ്രസിന്റെ 2 വിമതന്മാർ സ്ഥാനാർത്ഥി ജയിച്ചു വന്നിരിക്കുകയാണ്. ഒരു വിമതനെ LDF സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ മറ്റേ കോൺഗ്രസ് വിമതനാണ് കോൺഗ്രസ് അംഗങ്ങൾ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഇത് നോക്കൂ, നിങ്ങളുടെ പാർട്ടിക്ക് സംഭവിക്കാത്ത സംഘടനാ ദൗർബല്യം ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇത് സാങ്കേതികമായ ഒരു വിഷയം എന്ന നിലയ്ക്കല്ല, ഇത് രാഷ്ട്രീയമായ വിഷയം എന്ന നിലയ്ക്ക് തന്നെയാണ് പറയേണ്ടത്. ഇപ്പൊ മറ്റത്തൂർ കേരളത്തിലെ ഒരു മാതൃകയെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇങ്ങനെ പിഴച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഏതൊക്കെ സംസ്ഥാനത്തെ ഏതൊക്കെ MLA-മാരെ നിങ്ങൾക്ക് റിസോർട്ടുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, എന്നിട്ടും അട്ടിമറികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൽ അത് നടക്കില്ല എന്ന നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ 10 കടികെട്ടിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ CPM-ന്റെ സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങളിലേക്കൊന്ന് നോക്കുമോ? മാധുവിനോട് അങ്ങേയറ്റം വിനയത്തോടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങനെ തുടക്കത്തിലെ തെറ്റിദ്ധാരണാജനകമായ ഒന്ന് അങ്ങ് പറയരുത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? BJP-യുടെ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരാൾക്കാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അത് വസ്തുതാപരമാണെന്ന് പറയാം. ഇതൊരു കോൺഗ്രസ് വിമതയ്ക്കാണ്. ഒരു കോൺഗ്രസ് വിമത LDF-ന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യത്തിൽ വേറെ കോൺഗ്രസ് വിമതയ്ക്കാണ് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. ആ കോൺഗ്രസ് വിമതയ്ക്ക് BJP-യിലെ 4 വോട്ട് ചെയ്യാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ BJP-യുടെ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തമുള്ള പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക്, ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ, BJP-യെ തൊടാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല BJP-യെ തൊട്ടവരെ പോലും തൊടാൻ തയ്യാറല്ല എന്നുള്ള കൃത്യമായ മറ്റത്തൂരിലെ സഖ്യത്തെ എന്ത് വിളിക്കണം ശ്രീ വി ആർ അനൂപ്? മറ്റത്തൂരിലെ സഖ്യത്തെ എന്ത് വിളിക്കണം? അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റിന് പിന്തുണ കൊടുത്ത ഒരു രാഷ്ട്രീയ സഖ്യമുണ്ട്. ആ സഖ്യത്തെ എന്ത് വിളിക്കണം? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ പറയുന്ന പല മെമ്പർമാരും അതിൽ വോട്ട് ചെയ്ത ആളുകൾ പോലും വിശദീകരിച്ചിട്ടുണ്ട്. ആ പല മെമ്പർമാരും BJP-യുമായി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് BJP-യുടെ സിറ്റിംഗ് സീറ്റുകളിൽ BJP-യെ തോൽപ്പിച്ച ആളുകളുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? 8 മെമ്പർമാരാണ് കോൺഗ്രസിലുള്ളത്. 2 മെമ്പർമാർ കോൺഗ്രസ് വിമതരാണ്. അതിലൊരു കോൺഗ്രസ് വിമതയെ LDF അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതേസമയം മറ്റേ കോൺഗ്രസ് വിമതയ്ക്ക് കോൺഗ്രസ് മെമ്പർമാർ വോട്ട് ചെയ്യുകയും അതിന്റെ കൂട്ടത്തിൽ അവിടെ പ്രശ്നം എന്താ? BJP-യുടെ 4 വോട്ട് അവർക്ക് കിട്ടുകയാണ്. അപ്പൊ BJP-യുടെ കൂടി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കേരളത്തിന് മുഴുവനും അറിയാം. ആ സാങ്കേതിക കാര്യം അങ്ങ് വിശദീകരിച്ച് സമയം കളയണമെന്നില്ല. ഞാൻ ചോദിച്ചത് അവിടുത്തെ സഖ്യത്തെ എന്ത് വിളിക്കണം എന്നുള്ളതാണ്. നോക്കൂ, ജയിക്കുന്നതിന് മുമ്പ് BJP-യെ തോൽപ്പിക്കുക, ജയിച്ചതിന് ശേഷം കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ദൗത്യം? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് BJP-യുടെ ഏതെങ്കിലും തരത്തിൽ പിന്തുണ സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തെ സഹായിക്കാൻ സാധ്യമല്ല എന്നുള്ള ഞങ്ങളുടെ അടുത്തൊരു പൊസിഷൻ ആണെന്നേ. ശരി, അത്തരം ബുദ്ധിമുട്ടില്ല. കോൺഗ്രസുകാരെ കണ്ടുപിടിച്ചാൽ മതി മത്സരിക്കാൻ. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആർജവമുള്ള, കോൺഗ്രസ് എന്ന് പറയുന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന, ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഈ തരത്തിൽ മണ്ണൊലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരില്ല. ശ്രീ വി ആർ അനൂപ്, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ശ്യാമരാജ്, കേൾക്കാമോ? ഒരു അവസരം തരണം, ഒരു വാചകം കൂടി പറഞ്ഞോളൂ മധു. ശ്രീ ശ്യാമരാജ്, ഓപ്പറേഷൻ താമരയായിരുന്നോ മറ്റത്തൂരിൽ? അതിനകത്ത് എന്തോ ഓപ്പറേഷൻ താമരയാണ് മാധു. നിങ്ങളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓമന പേരൊക്കെ ഇട്ട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം. മാധ്യമങ്ങൾക്കൊരു വാർത്ത കിട്ടുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിലവിൽ കേരളത്തിലും നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ നടന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചില നടപടികൾക്കും അപ്പുറത്തേക്ക് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ കല്ലിയൂർ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 4 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിൻ്റെ 8 അംഗങ്ങളുണ്ട്. ഈ വിമതരായിട്ട് ജയിച്ചിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. CPM LDF-ന് 10 പേരുമുണ്ട്. അവിടെ നിങ്ങൾ LDF-ന്റെ പ്രതിനിധി വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, അവിടെ LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരായിരുന്നു? കഴിഞ്ഞ 15 25 വർഷമായിട്ട് LDF തുടർച്ചയായിട്ട് ഭരിച്ചിരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ആ ഗ്രാമപഞ്ചായത്തിൽ 26ാമത്തെ വർഷം വരുമ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? അത് കഴിഞ്ഞ തവണ, അതായത് 2020 അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസിന്റെ KR ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് അപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും അന്നും ഇന്നും എടുത്തിട്ടുള്ള നിലപാട് LDF-നോടും UDF-നോടും ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസുകൾ ചെയ്യുകയില്ല എന്നുള്ളത് തന്നെയാണ്.
ഞങ്ങൾക്ക് ഈ കേരളത്തിൽ ശ്രമിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ ശ്രമിച്ചാൽ അങ്ങനെ ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ മറിച്ചിടാവുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ടെന്നേ. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDFിനോടും UDFിനോടും സമദൂരം എന്നുള്ളതിനാണ്. രണ്ടുപേരെയും ഉൾപ്പെടുത്താതെ ഉള്ള ഒരു മൂന്നാം മുന്നണിയായിട്ട് വരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, കോൺഗ്രസിൽ ഉണ്ടായിരുന്ന 8 പേര്, കോൺഗ്രസിന്റെ മെമ്പർമാരായിട്ട് ജയിച്ചിട്ടുള്ള 8 പേരും ഞങ്ങളത് തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരനും BJP സപ്പോർട്ട് ചെയ്യില്ല, ഒരു CPM-കാരനും BJP സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ അവർ രാജിവെച്ചതിന് ശേഷം, രാജിവെച്ചവർ കോൺഗ്രസ്സുകാരല്ല, രാജിവെച്ചതിന് ശേഷം 8 പേര് വരുന്നു. ഒരാളെ സ്വതന്ത്രമായിട്ടുള്ള കുട ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള ടെസി ജോസഫ്, അവരെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള ഒരു ചർച്ച വരുന്നു. സ്വാഭാവികമായിട്ട് LDFനെ UDFനെ ഒഴിവാക്കാൻ സ്വതന്ത്രക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു. അത് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമില്ല. അതിനകത്ത് നിങ്ങൾ ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ താമര എന്നൊക്കെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചോ. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത ഒന്നുമില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്തെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ, അവിടെ അതിൻ്റെ ഉദാഹരണം കൂടി ഞാൻ പറയാം. അവിടെ LDFന് 8 സീറ്റാണുള്ളത്, 2 സ്വതന്ത്ര സീറ്റുണ്ട്. അവിടെ BJPക്കുള്ളത് 10 സീറ്റുകളാണ്. അവിടെ സ്വതന്ത്രരെ കൂട്ടുപിടിച്ചിട്ട് കഴിഞ്ഞ തവണ BJPയോടൊപ്പം നിന്നിട്ടുള്ള സ്വതന്ത്രരെ കൂട്ടുപിടിച്ചിട്ട് അവിടെ ഭരണം LDF നേടിയിട്ടുണ്ടെന്നേ, അല്ലെങ്കിൽ സ്വതന്ത്രരെ അവിടുത്തെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടെന്നേ. അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ പഞ്ചായത്ത്, അവിടെ BJPക്ക് 6 സീറ്റ്, UDFന് 5 സീറ്റ്, LDFന് 3 സീറ്റ്. അവിടെയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ള ഞങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് LDF UDF പറഞ്ഞത് തന്നെയാണ് അതിന്റെ മറുപടി. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്ന ആളുകൾ, അവർക്ക് ഒരു പൊതു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാമെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണച്ചാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം BJP തിരിച്ചു വെക്കുമ്പോൾ എന്റെ വാക്കുകൾ വളച്ചൊരിക്കരുത് മാതൃ. സ്വതന്ത്രർ, കോൺഗ്രസോ CPM-ഓ അല്ലാത്തവർ, മാധുവിന്റെ വാക്ക് വളച്ചൊരിക്കരുത്. കോൺഗ്രസോ CPM-ഓ അല്ലാത്തവർ, LDF-ഓ UDF-ഓ അല്ലാത്തവരാണ്. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞത്. രാജിവെച്ച് കഴിയുമ്പോൾ അതാ പറഞ്ഞത്, രാജിവെച്ച് കഴിയുമ്പോൾ കോൺഗ്രസ്സുകാരല്ല എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് പിന്തുണയ്ക്കാം. അതിൽ നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിന് അപ്പുറത്തേക്കുള്ള ഒന്നുമില്ല എന്നുള്ളതാണ്. അത് അങ്ങ് വ്യക്തമാക്കുന്നു. അത് കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പൊ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ കെ സുരേന്ദ്രന്റെ ഒരു പ്രതികരണം കാണിച്ചപ്പോൾ അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, വർഷങ്ങൾക്ക് മുമ്പ് കെ സുരേന്ദ്രൻ അത് പറയുമ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചവരേറെയാണ്, കുറ്റപ്പെടുത്തിയവരേറെയാണ്, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞവരാണ്. അന്ന് ആ ദിവസം തന്നെ മലപ്പുറത്ത് ഒരു പ്രതികരണം നടത്തുമ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: കോൺഗ്രസിലും CPM-ലും നടക്കുന്നത് എന്താണെന്ന് അറിയുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും എന്ന്. അപ്പോൾ ആ നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് അവർക്ക് വോട്ട് കിട്ടിയാലും മറ്റുള്ളവർക്ക് വോട്ട് കിട്ടിയാലും സ്വന്തം സീറ്റ് ഉറപ്പിക്കാൻ കഴിയുന്ന സാധ്യത അവർ വ്യക്തമാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അത് ഞാനതിനെ കാണുന്നത്, കേരള രാഷ്ട്രീയം, നമ്മുടെ ഈ കൗൺസിലർമാർ, പ്രത്യേകിച്ച് അനൂപിൻ്റെ പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാർ, അവർ കോൺഗ്രസ് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത്? KSUവിലൂടെ, യൂത്ത് കോൺഗ്രസ്സിലൂടെ, എല്ലാ കോളേജ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ, യുവജന രാഷ്ട്രീയത്തിലൂടെ അടവും തടവും പഠിച്ച് കയറി വരുന്ന പിള്ളേരാണ്. അവരാണ് ഈ സീനിയർമാരുടെ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അവിടെ മത്സരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു രൂപം എത്തിക്കഴിഞ്ഞു. അവർ മാനസികമായിട്ട് അതിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അവർക്ക് രാഷ്ട്രീയം രൂപപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ രൂപപ്പെടുന്ന, അപ്പം നമുക്കറിയാമല്ലോ, പണ്ട് MA ജോൺ പാർട്ടി ഉണ്ടാക്കിയത്, KSU ഉണ്ടാക്കിയത്, KSUവിന് വേണ്ടി സ്റ്റഡി ക്ലാസ് നടത്തിയത്, എന്ത് ഗഹനമായ പാഠങ്ങളാണ് പഠിപ്പിച്ചത്. നിങ്ങളാരും അരമന നിരങ്ങരുത്, സമുദായ നേതാക്കളുടെ തിണ്ണം നിരങ്ങാൻ പോകരുതെന്നൊക്കെ പിള്ളേരെ പഠിപ്പിച്ച് കൊണ്ടുവന്ന ഒരു നേതൃത്വം. AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ, അത് രോമാഞ്ചമുണ്ടാക്കുന്ന വളർച്ചയാണ് അന്നത്തെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ വളർച്ച. ഇപ്പൊ നോക്കൂ, ഇപ്പൊ പ്രാദേശിക തലത്തിൽ ഉള്ള ജനപ്രതിനിധികളാണിവർ, വളരെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളാണ്. അതായത് അവരുടെ നാട്ടിൽ ജനിച്ച് അവരുടെ നാട്ടിൽ വളർന്ന രാഷ്ട്രീയം പ്രവർത്തിച്ച് ആളുകളോട് സംസാരിച്ചു വരുന്ന ആളുകളാണ്. അല്ലാതെ ഇപ്പൊ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് മുളച്ചു പൊന്തുന്ന സ്റ്റാർസ് അല്ല അവരാരും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരൊറ്റ നിമിഷത്തിൽ സ്വന്തം രാഷ്ട്രീയം മാറ്റിക്കളയാൻ കഴിയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഇന്ന് അനൂപിനെ ഞാൻ ഇൻസൾട്ട് ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അനൂപ് എന്ത് ആത്മാർത്ഥമായിട്ടാണ് അനൂപ് സംസാരിക്കുന്നത് നോക്കി. ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ വികാരം മുഴുക്കുകയുണ്ട്. പക്ഷേ അനൂപിനോട് പറയാനുള്ളത്, ഇതാണൊരു കോൺഗ്രസ്സുകാരൻ്റെ മുതിർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ്റെ മാനസിക വ്യാപാരം ഇതാണ്. ഒക്കുമെങ്കിൽ അധികാരം കിട്ടാൻ വേണ്ടി BJPക്കാരൻ്റെ കൂടെയും ചേരാം, തോളോട് തോൾ ചേരാം, ഒന്നിച്ച് വോട്ട് ചെയ്യാം, ഒന്നിച്ച് ഭരിക്കാം എന്നാണ് ചിന്തയെങ്കിൽ
ആരാണ് ഇവരെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്രീയം, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രാഷ്ട്രീയം, അതിൽ കോൺഗ്രസിൻ്റെ പങ്ക്, ഇതൊക്കെ പഠിപ്പിക്കേണ്ടിയിരുന്നില്ലേ? പഠിപ്പിച്ചിട്ടുണ്ടോ? ഇവരിതൊക്കെ പഠിച്ചിട്ടുണ്ടോ ഈ കോൺഗ്രസ്സുകാർ? അതാ അങ്ങനത്തെ ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്ന് ഓർക്കണം. ദേശീയ തലത്തിൽ BJP-യിലേക്ക് പോയ കോൺഗ്രസ്സുകാരുടെ MP-മാരുടെ MLA-മാരുടെ നേതാക്കന്മാരുടെ എണ്ണം ഒന്നും നമ്മൾ നോക്കണ്ട. അതൊക്കെ തല പൊഞ്ഞു പോകുന്ന എണ്ണമാണ് അതിൻ്റെയൊക്കെ. പക്ഷേ കേരളത്തിൽ ഇത് സംഭവിച്ചുകൂടാ. കേരളത്തിലെ രാഷ്ട്രീയക്കാർ പൊതുവെ സാധാരണ തെരുവിലൂടെ നടക്കുന്ന സാധാരണക്കാരന് പോലും ഒരു രാഷ്ട്രീയ നിലവാരമുണ്ടല്ലോ മധു. ആ രാഷ്ട്രീയ നിലവാരം അവൻ്റെ രാഷ്ട്രീയ ബോധമാണ്. ആ ബോധം നമ്മുടെ കേരള സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ബോധമാണ്. ആ ബോധം പോലെ ഇല്ലാത്തവർ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് ക്ഷീണമാണ്. അനൂപ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. അങ്ങനെ വരാം. ശ്രീ പ്രവീൺ കുമാർ, ഇതിപ്പോ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ, അതായത് 8 പേരും രാജിവെക്കാനുള്ള തീരുമാനമെടുക്കുന്നു എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ സ്വാധീനം അങ്ങനെ ഒന്നല്ല. നിങ്ങൾക്കുള്ളിൽ ഒരു തീരുമാനമെടുക്കുന്നു, അതിന് നിങ്ങളുടെ തന്നെ മറ്റ് 2 ആളുകൾ പിന്തുണ നൽകുന്നു. അങ്ങനെ 10 പേരുടെ ഒരു സംഘം അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അത് പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും സ്വാധീനം, ആരുടെയെങ്കിലും അവിടെ നടക്കുന്ന പറയൂ. സത്യത്തിൽ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ എന്നല്ല, മറ്റത്തൂരിലെ ഒരു കോൺഗ്രസ്സുകാരൻ പോലും വേറൊരു പാർട്ടിയിൽ പോയിട്ടില്ല, BJP-യിൽ പോയിട്ടില്ല. അവിടെ ഉണ്ടായത് കേവലം പ്രാദേശികമായൊരു പ്രശ്നം മാത്രമാണ്. അവിടെ സത്യത്തിൽ നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നിന്നത്. 10 പേരാണ് UDF-ന്റെ ഭാഗമായും 10 പേരാണ് CPM-ന്റെ ഭാഗമായി ജയിച്ചു വന്നത്. ഈ UDF സംവിധാനത്തിന്റെ ഔദ്യോഗികമായ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KR ഔസേപ്പ് ആയിരുന്നു. KR ഔസേപ്പ് തലേ ദിവസം വരെ പാർലമെന്ററി പാർട്ടി നേതാവും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരുന്നു. അവിടെ ഒരു കുതിരക്കച്ചവടം നടന്നത് കൃത്യമായി CPM-ന്റെ ഭാഗത്തു നിന്നാണ്. അവിടെ ജനങ്ങൾ മുഴുവൻ CPM-ന് വലിയ മേൽക്കോയ്മയുള്ളൊരു പഞ്ചായത്താണ് മറ്റത്തൂര്. കഴിഞ്ഞ 22 വർഷമായി ഇവിടെ ഭരിക്കുന്നത് LDF ആണ്. 25 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസിന് ഇവിടെ ഭരണം കിട്ടുന്നത്. അപ്പോഴും ഇതേ തന്ത്രമാണ് CPM ചെയ്തത്. ഈ 3 കൊല്ലം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഏതാനും പേരെ അടർത്തിയെടുത്തുകൊണ്ടാണ് അവിടെ ഭരണം അട്ടിമറിച്ചത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു പഞ്ചായത്താണ് ഈ മറ്റത്തൂര്. CPM-ന് വളരെ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഇഷ്യൂ ആണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ട് അഴിമതിക്കെതിരെ, ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി പോലുള്ള വിവാദമുണ്ടായതിന് ഭാഗമായി ഈ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വലിയൊരു വികാരമുണ്ടാകുകയും 10 പേര് UDF-ന്റെ ഭാഗത്തു നിന്നും 10 പേര് CPM-ന്റെ ഭാഗത്തു നിന്നും. 10 പേര് CPM എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ അവിടെ CPI-ക്കാരായ മുഴുവൻ പേരെയും CPM തന്നെയാണ് തോൽപ്പിച്ചത്. അവിടെ CPI-ക്കാർക്കെതിരെ ഒരു CPI-യുടെ മെമ്പർ പോലും ഇല്ലാത്ത ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ സ്വാഭാവികമായും CPM-നോട് വലിയ വിരോധമുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അവിടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന, കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ആളെ അവസാന 11th മൂവ്മെന്റിൽ മാറ്റിയെടുത്തതിനുള്ള ഒരു 9 പേരുടെ പ്രതിഷേധമായിരുന്നു അതിന് മത്സരിക്കാമെന്നുള്ളത്. അങ്ങനെ മത്സരിച്ചപ്പോൾ അവർ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ടെസി ജോസഫിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. സ്വാഭാവികമായും ആ ജനങ്ങൾ, ആ പ്രതിനിധികൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ മത്സരത്തെ നേരിടുകയും ഔസേപ്പിന്റെ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ശ്രീ പ്രവീൺ എം കുമാർ, അങ്ങ് പറഞ്ഞത് മുഴുവനും മുഖവിലക്കെടുക്കുകയാണെങ്കിൽ, ഇപ്പോ ഞാൻ ഈ ചർച്ചയിൽ ഇതുവരെ നിങ്ങൾ പോയി BJP-യിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണം എന്ന് അങ്ങ് പറയുന്നത് CPM-ന്റെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിൽ ശരി, അങ്ങനെ ഇരിക്കട്ടെ. അങ്ങ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മുഖവിലക്കെടുക്കുകയാണ് എങ്കിൽ പോലും ഇപ്പൊ CPM ഒരു കുതിര കച്ചവടം നടത്തി എന്നുള്ളതാണ് അങ്ങയുടെ ആദ്യത്തെ ആരോപണം. ശരി, അങ്ങനെ ഒരു കുതിര കച്ചവടം നടത്തി CPM ഒരു ചാക്കുമായി വരുമ്പോൾ ചാടാൻ 1, 2, 3 പറഞ്ഞു നിൽക്കുന്ന ആളെയാണോ നിങ്ങൾ ഭരണം ഏൽപ്പിക്കാൻ തയ്യാറെടുത്ത് നിന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ സമയം കഴിയുമ്പോഴും?
സ്വാഭാവികമായും ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 8 പേര് കോൺഗ്രസിന്റെയും 2 പേര് UDF പിന്തുണയോടെയുള്ള സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത്. അവിടെ ഇങ്ങനെയൊരു തീരുമാനമുണ്ടായപ്പോൾ കേവലം പ്രാദേശികമായ സംഭവം മാത്രമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, 8 പേരും ഒരേപോലെ പാർട്ടിയിൽ നിന്ന് ഇവിടെ ഇന്റേണൽ കോൺഗ്രസിന്റെ മറ്റത്തൂർ പഞ്ചായത്തും നേതൃത്വവുമായി കുറച്ച് ഇന്റേണൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്റേണൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്ത ലെറ്ററാണ് പിന്നീട് ഇവർ രാജിവെച്ചതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും അതിനെ പർവ്വതീകരിക്കുകയും ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ ഇത് കൃത്യമായിട്ട് പറയുന്നു. ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പോലെ ഇവിടെ മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പോലും BJP-യിൽ പോയിട്ടില്ല, ഒരാൾ പോകുകയുമില്ല, ഇന്നും പോകില്ല, നാളെയും പോകില്ല, മറ്റന്നാളും പോകില്ല. ശ്രീ പ്രവീൺ M. കുമാർ, അവിടെ ഉണ്ടായിരുന്ന ഈ UDF-ന്റെ പാനലിൽ ഉണ്ടായിരുന്ന ആളുകൾ 8 പേരും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്നാണോ? തെറ്റായ വിധം പ്രചരിപ്പിക്കപ്പെട്ടതാണോ നിങ്ങളുടെ രാജിക്കത്ത്? മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പാർട്ടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി രാജിവെച്ചൊരു പാനലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 8 പേര് എപ്പോ അല്ല, ഇത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികം ഇങ്ങനെയൊരു സംഭവം, പ്രത്യേകിച്ച് അവിടെ ഒരു കൂറുമാറ്റം ഉണ്ടായപ്പോൾ അതിനെതിരായുള്ള പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായത്. അത് ഈ രാജിക്കത്ത് ഒറിജിനൽ അല്ല, അത് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ രാജിവെച്ചപ്പോൾ ഉണ്ടായിരുന്ന കത്ത് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടതാണോ എന്ന്. നേരത്തെ രാജിവെച്ച പാനലാണോ പിന്നീട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അത് ചോദിച്ച് അങ്ങനെ പ്രതിരോധത്തിലാക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങൾ രാജിവെച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വാഭാവികമായും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഭരണസമിതി ചെയ്തപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്ന എന്തോ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സംഭവവുമായി ഔസേപ്പിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഔസേപ്പ് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചതിന് ശേഷവും കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ ഈ പറയുന്ന എല്ലാ പരിപാടിയിലും പങ്കെടുത്തിരുന്നു. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കാം ശ്രീ പ്രവീൺ കുമാർ. അതായത് ഈ 8 പേർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഔസേപ്പിന് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഔസേപ്പ് തന്നെയാണ് പുറത്തുവിട്ടതും ഇതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നാടകീയമായ സംഭവം ഉണ്ടായത്. നിങ്ങളെല്ലാവരും പറയുന്ന പോലെ CPM-ന് വലിയ മെജോറിറ്റി ഉള്ള പ്രദേശത്ത് ഈ CPM ഭരണം നമ്മൾ ഒരു കാര്യത്തിന് രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യത്തിന് രാജിവെക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യത്തിന് നമ്മൾ ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യത്തിന് വീണ്ടും രാജിവെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞു, നിങ്ങൾക്ക് കോൺഗ്രസുമായി പുലബന്ധം പോലും ഇല്ല. ഞാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അവിടെ മത്സരിച്ച ഈ പറയുന്ന 9 പേരും പാർട്ടിയോടൊപ്പമാണ് നിൽക്കുന്നത്. പ്രാദേശികമായ പാർട്ടി സംവിധാനത്തോട് കൂടി കേവലം മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഏത് ഇഷ്യൂ ആണെങ്കിലും പാർട്ടിയിൽ നിന്നുള്ള രാജി തന്നെയല്ലേ? പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളത് മറ്റൊരു സംഭവമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ഇത് ഈ ഓരോ സംഭവത്തിനും ഓരോ രാജിയുണ്ടോ? CPM-ന്റെ ശ്രമത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത്, ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പറയുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ഔസേപ്പ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് കൂടെ നിൽക്കുമെന്നായിരുന്നു. സ്വാഭാവികമായി അവർ അപ്പുറത്ത് പോയതിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഒറ്റുകൊടുത്തതിന്റെ പ്രതിഷേധമായിരുന്നു അവിടെ നടന്നത്. ഇതിനൊരു ഈ പറയുന്ന അതിലേക്ക് ഞാൻ വരാം. നിങ്ങളുടെ പാർട്ടിക്ക് എതിരെ വീശാൻ ഒരു ആയുധം എന്ന നിലയ്ക്ക് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒപ്പുവെച്ചൊരു രാജിക്കത്ത് കണ്ട ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് നിങ്ങളെ ഒറ്റാനുള്ള ആയുധമായിട്ട്. നിങ്ങൾ പാർട്ടിക്കെതിരെ ആദ്യം ഒരു ഗൂഢാലോചന നടത്തി. തീർച്ചയായിട്ടും ആ ഒരു ഒറ്റ ഔസേപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരുന്ന സംശയം. നിങ്ങൾ കൊടുത്ത രാജിക്കത്ത് വെച്ചാണ്, നിങ്ങൾ കയ്യിൽ വെച്ച് കൊടുത്ത ആയുധം വെച്ചാണ് നിങ്ങൾക്ക് വെട്ടേറ്റത്. നിങ്ങൾക്ക് പാർട്ടി ആയിരുന്നില്ല അപ്പോൾ പ്രധാനം.
തീർച്ചയായും അങ്ങനെയൊരു ആ ഒരു മുറിവ് പ്രത്യേകിച്ച് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ ഉൾപ്പെടെയുള്ള അവർക്ക് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇത് വളരെ തെറ്റായ രീതിയിൽ BJP-യിൽ ചേർന്നു എന്ന് പറയുന്ന രീതിയിൽ പ്രചരണം നടത്തുന്നതിനോട് കൃത്യമായ പ്രതിഷേധം. BJP-യിൽ ചേർന്ന് പ്രചാരണം ഉണ്ടാകുന്നത് സ്വാഭാവികമായും CPM-ന്റെ പക്കൽ നിന്നാണ്. ശ്രീ പ്രവീൺ M. കുമാർ, അതിനുള്ള എല്ലാ രാഷ്ട്രീയമായിട്ടുള്ള ഗ്രൗണ്ടും അവർക്കുണ്ട്. അവർ നിങ്ങളുടെ പാർട്ടി അല്ല, അവർ ഭരണ പാർട്ടിയാണ്, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾ പറയുന്ന സാങ്കേതികതയിൽ തൂങ്ങി നിൽക്കുന്ന സമവാക്യം അവർ രാഷ്ട്രീയത്തിൽ ആവർത്തിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ അതിരു കവിഞ്ഞ പ്രിവിലേജ് ബോധം കൊണ്ടാണ്, അതിരു കടന്ന ആത്മവിശ്വാസം കൊണ്ടാണ്. ഏത് രാഷ്ട്രീയ എതിരാളി നിൽക്കും നിങ്ങൾ പറയുന്ന സാങ്കേതികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട്? നിങ്ങൾ എല്ലാവരും ഒപ്പുവെച്ച ഒരു രാജിക്കത്ത് നിങ്ങളെ ഒറ്റുമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തനല്ലാത്ത ഒരാളുടെ കൈവശം കൊണ്ട് വെച്ചിരിക്കുകയാണ്. അയാൾ അപ്പുറത്ത് പോയാൽ സ്വാഭാവികമായും നിങ്ങളെ വെട്ടാനുള്ള ആദ്യത്തെ ആയുധം എന്ന രീതിയിൽ അത് ഉപയോഗിക്കും. ഞങ്ങൾ അപ്പോൾ രാജിവെച്ചായിരുന്നു, പിന്നീട് രാജിവെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്. നമ്മുടെ തല നമ്മൾ മറ്റൊരാൾക്ക് അറവുമേശയിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് വെട്ടിക്കളഞ്ഞു എന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശ്രീ പ്രവീൺ കുമാർ, ഞാൻ എങ്ങനെ വരാമേ. ശ്രീ VK സനോജ് കേൾക്കാമോ? കൂടെ നിന്ന് ശരി. ശ്രീ VK സനോജ് കേൾക്കാം. ഓക്കെ, ശ്രീ VK സനോജ്, ഇതിന് ശരി, ഇപ്പൊ മറ്റത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ സംഭവിച്ച രാഷ്ട്രീയ അട്ടിമറിക്കപ്പുറം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാനങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ്. മാനങ്ങളുണ്ട്, സ്വാഭാവികമാണ്, അത് അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിലാണ് അവർക്ക് സങ്കടം. ഇപ്പോൾ VD സതീശൻ പറഞ്ഞത് കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു അർഹതയും CPM-നില്ല എന്നാണ് ഈ ദിവസവും. അല്ല, അവർക്ക് ചെയ്യാം, ഞങ്ങളത് പറയാൻ പാടില്ല എന്നാണോ കോൺഗ്രസ് പറയുന്നത്? ഇവിടെ പകൽ പോലെ വ്യക്തമല്ലേ, എന്തേലും കാര്യത്തിൽ അവ്യക്തതയുണ്ടോ? ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ BJP-ക്ക് വേണ്ടി 8 പേര് രാജിവെച്ച് അപ്പുറത്ത് BJP-യെ വിജയിപ്പിച്ചിരിക്കല്ലേ. ഈ 8 പേരും മത്സരിച്ച് ചിഹ്നമേതാണ്? കൈപ്പത്തിയല്ലേ. ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് അവർ മറ്റു തലത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂറുമാറ്റ നിയമത്തിന്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്ത് ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്? അപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് ഇന്നലകളിൽ നമ്മൾ പറഞ്ഞതെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP-നെ മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിവിധ ഇടങ്ങളിൽ നേരത്തെ തന്നെ ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം BJP നല്ലതുപോലെ കയറിയിട്ടുണ്ട്. പല സ്ഥലത്തും BJP പരാജയപ്പെട്ടെടുത്ത് BJP വോട്ട് കോൺഗ്രസിന് പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുകയല്ലേ. പല സ്ഥലത്തും പല കാര്യങ്ങൾ നോക്കുമ്പോൾ വ്യക്തമായ ഡീൽ നടന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ BJP-ആയി മാറുന്നു എന്നതിന് ഇതിൽ പരം ഒരു ചിത്രം വേറെയുണ്ടോ? എന്നിട്ട് അത് അംഗീകരിക്കുന്നതിന് പകരം അതെല്ലാം അതെല്ലാം CPM-ന്റെ പ്രചരണമാണ്, CPM ഞങ്ങളെ ഈ നിലയിൽ വല്ലാതെ കണ്ട് ആക്രമിക്കുന്നു എന്ന മുറവിളി കൊണ്ട് എന്താ കാര്യം? രാജ്യത്തുടനീളം എത്രയെത്ര അനുഭവങ്ങളുണ്ടായി. ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് MP-മാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ, എത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ ഇപ്പോൾ അവിടെ MP-മാരായി ഇരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിസഭ നോക്കിക്കഴിഞ്ഞാൽ എത്ര മുൻ കോൺഗ്രസിന്റെ ആളുകളുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം പോട്ടെ, കേരളത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിൽ ഇപ്പോൾ സമീപകാലത്ത് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയിട്ടുള്ള നേതാക്കളുടെ എണ്ണം എത്രയാ? എല്ലാം ഇവിടെ കണക്കുണ്ടല്ലോ. ഇതൊന്നും ഞങ്ങളിവിടെ പ്രചരിപ്പിക്കുന്നതല്ല, എല്ലാം വളരെ കൃത്യമായ ഡാറ്റ ഇവിടെ കിടക്കുകയല്ലേ. ഇപ്പോൾ അനിൽ ആന്റണിയുടെ മകൻ ടോം വടക്കൻ AICC-യുടെ വക്താവായിരുന്നു. രഘുനാഥ് കഴിഞ്ഞ തവണ ധർമ്മടം മണ്ഡലത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്നിപ്പോൾ എവിടെയാ? KS രാധാകൃഷ്ണൻ മുൻ PSC-യുടെ ചെയർമാനായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത്. ഇന്നിപ്പോൾ അയാൾ ഏത് പാർട്ടിയില്ല? ആർക്ക് വേണ്ടിയാണ് കഴിഞ്ഞ തവണ മലപ്പുറത്ത് മത്സരിച്ചത്? പത്മജ വേണുഗോപാൽ, നമ്മുടെ സാക്ഷാൽ K കരുണാകരൻ, കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും ലീഡറായിട്ടുള്ള കരുണാകരന്റെ മകൾ ഇപ്പോൾ എവിടെയാണ്? KK നാരായണൻ കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. പന്തളം സുധാകരൻ അനുജൻ പ്രതാപൻ, OBC കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR മോഹനൻ, തൃശൂർ INDC-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ പൊറ്റേക്കാട്, രാമൻ നായർ മുൻ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ, ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഒരു മണിക്കൂർ ഉണ്ടായിക്കഴിഞ്ഞാലും പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത അത്രയും ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാ വിഭാഗം ആളുകളും മനസ്സിലാക്കേണ്ടത്, ഇവിടെ കോൺഗ്രസിന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. RSS-ന്റെ ശാഖക്ക് കാവൽ നിന്നു എന്ന് വലിയ കാര്യം പോലെ അവതരിപ്പിക്കുന്ന ഒരാൾ അവരുടെ പ്രസിഡന്റായി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പൊ സാക്ഷാൽ വി ഡി സതീശൻ തന്നെ വലിയ മതനിരപേക്ഷത പറയുമ്പോഴും RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഗോൾവാൾക്കറുടെ ശതാബ്ദി ചടങ്ങിൽ പങ്കെടുത്തിട്ട് അതിന് മുന്നിൽ ഓച്ചാനിച്ചെന്ന് വിളക്കുകൊളുത്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ RSSനുമായിട്ട് പലതരത്തിലും ബന്ധപ്പെട്ടതിന്റെ നിരവധി പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം മാത്രമാണ് അവിടെ പറയാനുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷം ഈ നാട് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ളതാണ്. മതനിരപേക്ഷ ചേരിയെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ധാരാളം സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഈ നാട്ടിലുണ്ട്, മതനിരപേക്ഷവാദികളുണ്ട്. CPMനോടുള്ള അന്ധമായ വിരോധം കൊണ്ടും ഇടതുപക്ഷ വിരോധം കൊണ്ടുമെല്ലാം കോൺഗ്രസ് ഇരിക്കട്ടെ വോട്ട് എന്ന നിലയിൽ കാണുന്നവരുണ്ട്. പിന്നെ കുറെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ദേശീയ പ്രസ്ഥാനത്തിനെല്ലാം ഭാഗമായിട്ട് പാർട്ടി എന്ന നിലയിൽ വലിയ പാരമ്പര്യത്തെ മുൻനിർത്തി വോട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ആ പഴയ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. ഏത് നിമിഷവും BJP പാളയത്തിലേക്ക് ചാടാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വമാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം. നിങ്ങൾ നോക്ക്, ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൽ നിന്ന് പലരും അവതരിച്ച് വോട്ട് പിടിക്കാൻ തുടങ്ങി. എന്തെല്ലാം ആഭാസങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, സംഘടനാ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ പോയിരുന്നിട്ട് കാട്ടിക്കൂട്ടിയ നാടകം നമ്മൾ കണ്ടതാണ്. ചെന്നിത്തലയുടെ ചില നാടകങ്ങൾ നമ്മൾ കാണുകയാണ്. ഇനി സതീശന്റെ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലവിധത്തിലുള്ള PR വർക്കും നാടകവുമായിട്ട് അധികാരത്തിന്റെ കസേര ലക്ഷ്യം വെച്ചുകൊണ്ട് പല ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് അവരാഗ്രഹിച്ച രൂപത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തർക്കവും വേണ്ട. ആരാണോ അധികാരത്തിന്റെ വിമർശിക്കാം, അതിനുള്ള അധികാരമുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അവരും വിമർശിച്ചിട്ടുണ്ട്. അപ്പോ ആ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടാണ് വിമർശിക്കുന്നത്. അതുകൊണ്ട് അധികാരത്തിന്റെ കസേര ആരിട്ട് കൊടുത്താലും ഇരിക്കാൻ തയ്യാറായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവനുള്ളത് എന്ന് തോന്നുന്നു. ശ്രീ ശ്യാമരാജ്, നേരത്തെ ശ്രീ പ്രവീൺ കുമാർ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടാകും. കോൺഗ്രസിൽ നിന്ന് അവർ രാജിവെച്ചിട്ടില്ല. സാങ്കേതികമായി മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ രാജിക്കത്ത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് അവർ രാജിവെച്ചിട്ടില്ലാത്തവർ എന്ന നിലയ്ക്ക് അവിടെ ഒരു സഖ്യം നിങ്ങളുമായി ചേർന്ന് രൂപപ്പെട്ടിരിക്കുമ്പോൾ അതിനെ എന്താണ് വിളിക്കേണ്ടത്? ഞാൻ അദ്ദേഹത്തെ അധികം പറഞ്ഞിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് അവർക്കെതിരെ DCC പ്രസിഡന്റ് നടപടിയെടുത്തത്? DCC പ്രസിഡന്റ് അവർക്കെതിരെ നടപടിയെടുത്തത് എന്തിനാണ്? അവർ രാജിവെച്ചിട്ടില്ലെങ്കിൽ ഇലക്ഷന്റെ അന്ന് അല്ലല്ല, ഇവിടെ കൃത്യമായിട്ട് രാജിക്കത്ത് ഈ തിരഞ്ഞെടുപ്പിന്റെ അന്ന് അതിരാവിലെ 10:00 തിരഞ്ഞെടുപ്പാണെങ്കിൽ 10:20 ഇവരുടെ രാജിക്കത്ത് പുറത്തു വന്നതിനെ തുടർന്ന് മാത്രമാണ് ഞങ്ങൾ അവിടുത്തെ മറ്റേ കുട അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്വതന്ത്രയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ല കോൺഗ്രസ്സുകാർക്കൊന്നും അല്ല ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ വിഷയം എന്തിനാ ഇത്ര ചർച്ച ചെയ്യുന്നത്? എന്തിനാ മാതൃഭൂമി ഒരു കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ വിഷയം ചർച്ച ചെയ്യുന്ന എന്തിനാ? അവിടെ കൃത്യമായിട്ട് അവർ രാജി നടന്നിട്ടുണ്ട്. രാജിവെച്ചു എന്നുള്ള കൃത്യമായിട്ടുള്ള പേപ്പർ രാജിക്കത്ത് ഞങ്ങൾ കണ്ടതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള നടപടി എടുത്തിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നില്ല. അന്നും ഇന്നും ഇനിയും കൊടുക്കുകയില്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഓപ്പറേഷൻ അരിവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെ നടത്താൻ വേണ്ടി ശ്രമിച്ചു, പരാജയപ്പെട്ടു. എന്നിട്ട് ഇതിനകത്ത് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിക്കട്ടെ, ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം കിടക്കുന്ന എവിടെയാണ്? അവരുടെ കഴിഞ്ഞ 15 വർഷമായിട്ട് LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ LDFന്റെ സ്ഥാനാർത്ഥിയാരാ പ്രസിഡന്റ്? LDFന് 10 മെമ്പർമാരുണ്ട്, കോൺഗ്രസിന് UDFന് 10 പേരുണ്ട്, ഞങ്ങൾക്ക് 4 പേരുണ്ട്. LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ UDFന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്ന്. ഇവിടെ ചാക്കിട്ടുപിടുത്തം ആരാ നടത്തിയത്? ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ആരാ നടത്തിയത്? ഉള്ള പ്രവർത്തനം ആരാ നടത്തിയത്? അത് LDF ശ്രമിച്ചു, ഇവിടെ ഇടതുപക്ഷം ശ്രമിച്ചു. അതിനെതിരെ ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അവിടെ ചില രാഷ്ട്രീയ നീക്കുപോക്കുകൾ ഉണ്ടായി. അവിടെ അത്തരത്തിൽ 8 പേര് രാജിവെച്ചപ്പോൾ ആ രാജിവെച്ചവർ പിന്തുണച്ച, ഇപ്പോഴും എന്നിട്ടും പിന്തുണച്ച ഒരു സ്വതന്ത്രയെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്ന് നീക്കുപോക്കാണ് ഞങ്ങൾക്കുള്ളത്. ഇത് സത്യത്തിൽ LDFന്റെ ഒരു ഫെയിൽഡ് സ്ട്രാറ്റജിയാണ്, അവരുടെ ഒരു ഫെയിൽഡ് ഓപ്പറേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താ? കോൺഗ്രസ് പാർട്ടിക്ക് പല വിഷയങ്ങൾ നടക്കുന്നു. അവർക്ക് അവരുടെ സംഘടനാ സംവിധാനത്തെ ഒറ്റക്കെട്ടാക്കി അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഞങ്ങളെ കുറ്റം പറയേണ്ടതാണ് കാര്യമുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം LDFനെയും UDFനെയും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സ്വതന്ത്രമായിട്ട് ഞങ്ങൾ സഹകരിക്കും. അവരെ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിക്കും. അതാണ് ഞങ്ങളോട് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇതിനകത്ത് ഞങ്ങൾ ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റെന്തെങ്കിലും ഓമന പേരിട്ട് വിളിച്ചതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് LDFന് ഇത്തരത്തിലുള്ള നമ്മുടെ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ
പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി തന്നെ ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ശ്യാംരാജ് പറയുന്നത് തന്നെ വ്യക്തമാണ്. അതായത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇവരുടെ രാജിക്കത്ത് നിങ്ങൾ കണ്ടുബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം വളരെ സ്വാഭാവികമായ നീക്കുപോക്കുകൾ ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടത്തിലല്ലേ ജീവിച്ചിരിക്കും. ഞങ്ങളുടെ കയ്യിൽ ആരും കൂടെ തരണോ അത്? അല്ല, പക്ഷെ തീരുമാനമെടുക്കണമല്ലോ. അതായത് നിങ്ങൾ ഒരു സ്വതന്ത്രയെ, ഈ പറയുന്ന ടെസ്സിയെ കുടചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഇവർ കൂടി വോട്ട് ചെയ്യും എന്നറിഞ്ഞുകൊണ്ടല്ലേ, അതോ അല്ലയോ? അല്ല, ഞങ്ങൾ പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യില്ലേ? അവിടെ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഗതിവിഗതികളെ കുറിച്ചിട്ട് ഞങ്ങൾ അറിയില്ലേ? അവിടെ ഇത് പെട്ടെന്നൊരു സംഭവിക്കുന്നതാണ്. ഞങ്ങൾക്ക് അവിടെ നടക്കുന്ന ചർച്ചകളെ കുറിച്ചിട്ട് അറിയുന്നുണ്ടാവില്ലേ? എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പല പല സ്ട്രാറ്റജി ഞങ്ങൾ ചിന്തിക്കില്ലേ? ആ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഞങ്ങൾ ചിന്തിച്ചു വെച്ചാൽ നിങ്ങൾ വിചാരിച്ചോ? ആ ഒരു സ്ട്രാറ്റജി മാത്രമാണ് BJP പോലെ ഒരു പാർട്ടി ചിന്തിക്കുകയോ തീരുമാനിക്കോ? ഒരു ഇലക്ഷന്റെ സമയത്ത് പല പല സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കുമെന്ന് അതിലേതാണോ ആപ്റ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് ഞങ്ങളത് ചെയ്യും. അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് വീണ്ടും, അതിന് ജനാധിപത്യ വിരുദ്ധമായിട്ട് എന്താണ്? ജനാധിപത്യ വിരുദ്ധത ആരാണ് കാണിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്താണ് ഇതിൽ ഇടതുപക്ഷം കാണിച്ചിട്ടുള്ള ഈ വലിയ അട്ടിമറി നിങ്ങൾ കാണാതെ പോകുന്നത്? പ്രവീൺ കുമാർ ആ കാര്യം പറഞ്ഞു. സ്വാഭാവികമായി ഞാൻ ശ്രീ വി കെ സനോജിനോട് ആ കാര്യം ചോദിക്കും. 10 മെമ്പർമാരുള്ള LDF-നോട് സ്ഥാനാർത്ഥി ഇല്ലാത്ത എന്താ? ശരി, അത് ചോദിക്കേ. 10 മെമ്പർമാരുള്ള LDF-ന് സ്ഥാനാർത്ഥി എന്താ? അവർക്ക് അവരുടെ ആരും കിട്ടിയില്ലേ? എന്താ അവർക്ക് അവരുടെ ആരും കിട്ടാത്തത്? ശരി, അവരവിടെ അട്ടിമറിക്ക് ശ്രമിച്ചു. അതാണ്. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം. അതിൽ നിന്ന് 8 പേര് രാജിവെച്ചു. ഒരു സ്വതന്ത്രരെ ഞങ്ങൾ പിന്തുണച്ചു. അതിലെന്താ ഞങ്ങൾക്ക് പ്രശ്നമിരിക്കുന്നത്? ഈ രാജ്യങ്ങൾ അനുവദിക്കാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ശരി, വി ആർ അനൂപ് കേൾക്കാമോ? ഓക്കെ, ശ്രീ വി ആർ അനൂപ്, നേരത്തെ ശ്രീ പ്രവീൺ എം കുമാർ സംസാരിക്കുമ്പോൾ അങ്ങടക്കം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രാജിക്കത്ത് എഴുതി ഒപ്പുവെച്ച് ഒരു സ്വതന്ത്രന്റെ പക്കൽ കൊടുത്തതിന് ശേഷമാണ്, അദ്ദേഹമാണ് അത് ലീക്ക് ചെയ്തത് എന്ന് പ്രവീൺ കുമാർ പറഞ്ഞു, കൊടുത്തതിന് ശേഷമാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിങ്ങളുടെ പാനൽ തന്നെ തയ്യാറാകുന്നത്. ഇതിലപ്പുറം കുത്തഴിഞ്ഞൊരു സംവിധാനത്തെ ഖനനം ചെയ്തെടുക്കേണ്ടി വരും. അല്ല മാധു, എനിക്ക് മതിയായ സമയം വേണം. സ്വാഭാവികമായും CPM പ്രതിനിധി ഉൾപ്പെട്ടൊരു ചർച്ചയിൽ എനിക്ക് അദ്ദേഹം പറഞ്ഞ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച അധിക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ തീർച്ചയായും മാധു എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയും. ഇവിടെ CPM-ന്റെ പ്രതിനിധി സനോജ് പറയുന്നത് എന്താ, ഞങ്ങൾ BJP-യുമായി ധാരണയുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ വസ്തുത ഒരു 100 ആവർത്തി പറഞ്ഞാലും വസ്തുതയല്ലാതാകുന്നില്ല. ഞങ്ങൾ ഇവിടെ BJP-യുടെ പ്രതിനിധിക്കോ BJP-ക്കോ വോട്ട് ചെയ്തിട്ടില്ല. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ സ്ഥാനാർത്ഥി BJP വോട്ട് കൂടി മേടിക്കുന്ന സാഹചര്യത്തിൽ BJP-യുടെ പിന്തുണ സ്വീകരിച്ച ഒരു സ്ഥാനാർത്ഥിയുമായി സഹകരിക്കുന്നതിനെതിരെ സംഘടനാപരമായ ശക്തമായ നടപടി സ്വീകരിച്ച ഒരു സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതേസമയം ഞാൻ തുടക്കത്തിലെ ചോദിച്ച മാധു CPM-നോട് ചോദിക്കാമെന്ന് പറഞ്ഞ ചോദ്യത്തെ സനോജ് സമ്പൂർണമായി അവഗണിച്ചിരിക്കുകയാണ്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘപരിവാറിന് വേണ്ടി നിരന്തരം ശബ്ദിച്ച, സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ച, തൃശൂർ മേയറുടെ രോമത്തിൽ തൊടാൻ കഴിയാത്ത ഒരു സംഘടനാ സംവിധാനത്തിന്റെ പ്രതിനിധിയാണ് VK സനോജ്. അവിടെ ഞങ്ങൾ പറഞ്ഞതല്ല, CPI-യുടെ VS സുനിൽകുമാറിനെ പോലുള്ള ആളുകൾ ഇയാൾ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് പറഞ്ഞ തൃശൂർ മേയറെ നിലനിർത്തുകയാണ്. ഞാൻ ഒരു കാര്യം മാത്രമാണ് ഇക്കാര്യത്തിൽ പറയുന്നത്, കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് BJP-യുമായി സഹകരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ സംഘടനാപരമായി നടപടിയെടുക്കും. പക്ഷേ CPM-ന്റെ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞത് CPM-നകത്ത് നിന്നുകൊണ്ട് CPM-ന്റെ മേയർക്ക്, LDF-ന്റെ മേയർക്ക്, തൃശൂർ മേയറായി നിലനിന്നുകൊണ്ട് സംഘപരിവാറിന് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി പണിയെടുക്കാമെന്ന് കാണിച്ച 2 വർഷങ്ങളാണ് ഈ തൃശൂർക്കാർ കണ്ടത്. ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന തൃപ്പൂണിത്തറയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോലും 2 അംഗങ്ങളുടെ വോട്ട് BJP-ക്ക് വേണ്ടി അയോഗ്യമാക്കപ്പെട്ടതിന്റെ കുറിച്ച് ഇതേ ചർച്ചയിൽ സനോജ് വിശദീകരിക്കേണ്ടി വരും. സനോജ് ഇവിടെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ആരും പോയിട്ടില്ല എന്നുള്ള അമിത അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ തിരുവനന്തപുരം മേയർ ഈ പറയുന്ന രാജേഷ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അഭിമുഖത്തിൽ പറഞ്ഞു SFI-കാരനായി തുടങ്ങിയതാ. മക്കളുടെ കണക്കെടുത്ത് അതും ഞങ്ങൾക്ക് പറയേണ്ടി വരും.
സമ്പത്തിന്റെ സഹോദരൻ അനിരുദ്ധന്റെ മകൻ, നിങ്ങളുടെ MP അനിരുദ്ധന്റെ മകൻ ഇപ്പോൾ തിരുവനന്തപുരം ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ സനോജ അതൊന്നും വേണ്ട. ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പോയ ലിസ്റ്റ് ഞാൻ പറയാം. വി വിശ്വനാഥ മേനോൻ എന്ന് പറയുന്ന അമ്പാടി വിശ്വനാഥ മേനോൻ, നിങ്ങളുടെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതി, അദ്ദേഹത്തെ പോലെ ഐതിഹാസിക ചരിത്രമുള്ള ഒരാൾ ആദ്യമായി കേരളത്തിലെ കോൺഗ്രസിലെ ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ നേതാവ് LDF-ൽ നിന്നോ UDF-ൽ നിന്നോ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻ നേതാവ് വി വിശ്വനാഥ മേനോൻ NDA-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാ. ബംഗാളിലും മറ്റു പല സംസ്ഥാനത്തിന്റെ ലിസ്റ്റ് എടുക്കണ്ട. ഞാൻ ആര് പോയാലും അത് അഭികാമ്യമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ CPM ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ടില്ല. ഇന്നത്തെ BJP നാളത്തെ കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ തിരിച്ചു പറയുന്ന സ്ഥിതി ഉണ്ടല്ലോ. CPM മലർന്നു കിടന്ന് തുപ്പരുത്. ശരി, ഇത് നോക്കൂ ശ്രീ VR അനൂപ്, അങ്ങ് സംഘടന നടപടിയെടുത്ത സംഘടനയുടെ പ്രതിനിധിയാണെന്ന് ആർജവത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ സംഘടനാശക്തി മാറ്റിവെച്ച് നോക്കാനും നിങ്ങളുടെ കല്ലേപ്പിളർക്കും കൽപ്പനകളുടെ കാഠിന്യം അളക്കുകയും അതിനു വേണ്ടിയിട്ടാണോ ജനം ചൂണ്ടുവിരൽ മഷി പുരട്ടുന്നതല്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ ജനപ്രതിനിധികൾ എന്തെങ്കിലും അട്ടിമറിക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കോൺഗ്രസ് എത്ര മനോഹരമായ ശിക്ഷാ നടപടി സ്വീകരിച്ചു എന്നത് നോക്കിക്കണ്ട് അഭിരമിക്കാനല്ല കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അത് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്താൽ കോൺഗ്രസ് ഭരിക്കുന്നത് കാണാനാണ്, CPM-ന് അനുകൂലമായി വോട്ട് ചെയ്താൽ CPM ഭരിക്കുന്നത് കാണാനാണ്, അല്ലെങ്കിൽ തോറ്റുപോയാൽ അന്തസ്സോടെ മാറി നിൽക്കുന്നത് കാണാനാണ്. ഞങ്ങളെ സംബന്ധിച്ച് മാധു, ഞങ്ങളെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് ഭരണത്തെക്കാൾ പ്രയോറിറ്റി ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്രയോറിറ്റീസ് തന്നെയാണെന്നേ. അതുകൊണ്ടല്ലേ ഒരു പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരെയും കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളായിരുന്നവരാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഞങ്ങളല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന ഒരു സ്വത്വം നിങ്ങൾക്കുണ്ടോ? ഒരു കാര്യം വ്യക്തമല്ലേ, കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ ഒരു തർക്കത്തിന് വേണ്ടി മാധു പറഞ്ഞ് സമ്മതിച്ചാൽ, ഞാൻ പറയുന്നു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചാലും പുറത്താക്കപ്പെട്ടാലും കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJP-യുമായി ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം സാധ്യമല്ലാന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ CPM-ൽ നിന്നുകൊണ്ട്, CPM-ന്റെ മേയറായി നിന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി പണിയെടുക്കാമെന്നുള്ളതാണ് കേരളത്തിന്റെ സമകാലികമായ രാഷ്ട്രീയ കാലാവസ്ഥ. അതിനെ കുറിച്ച് കൂടി സനോജ് മറുപടി പറയണം. ഞാൻ പറയാലോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കോൺഗ്രസ് നടപടി എടുത്തത് കൊണ്ടല്ലേ മാധു ഇന്ന് ഈ ചർച്ചയിൽ ഞാൻ അതിനെ കുറിച്ച് നടപടിയെടുക്കാതെ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധികൾ നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ലംഘിച്ചുകൊണ്ട് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക്, BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് നടപടിയെടുക്കാതെ കേരളത്തിന് മുന്നിൽ നിന്ന് രാഷ്ട്രീയം പറയാൻ കഴിയുമോ? അല്ല, അവർ ഞങ്ങളുടെ പഴയ സഹയാത്രികരാണ്, ഞങ്ങൾ നടപടിയെടുക്കില്ല എന്ന് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നോ? നിങ്ങളിത് എന്ത് ഔദാര്യ പ്രഖ്യാപനമാണ് നടത്തുന്നത്? ഔദാര്യമൊന്നുമല്ല മാധു, ഞങ്ങൾ ജനങ്ങളെ അങ്ങനെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഔദാര്യം ചെയ്യുന്ന ആളുകളായി സ്വയം അടയാളപ്പെടുത്തുന്നില്ല. പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത തൃശൂർ സുരേഷ് ഗോപിയെ പ്രകീർത്തിച്ച മികച്ച സ്ഥാനാർത്ഥിയാണ്. ശരി, അങ്ങ് കോൺഗ്രസിന്റെ കാര്യം പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ സനോനോട് ചോദിക്കാം. അതിനു മുമ്പ് ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് ഒന്ന് പോകട്ടെ. ശ്രീ ജേക്കബ് ജോർജ്, അതായത് കോൺഗ്രസിന് അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് VR അനൂപ് അടക്കം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അവരുടെ ജനപ്രതിനിധികൾ അങ്ങനെ ചെയ്തു പോയി, അവർക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി എന്ന് പറയുന്നത് അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ അവിടെ ആ ഭരണം മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇവർക്ക് കഴിയും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കാം. എന്തിനായിരിക്കാം ആ കാലതാമസം? അല്ല, അത് താമസം അത് നമ്മൾ അത് കണ്ടറിയണം, കണ്ടു കാണണം. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്തുനിന്നെല്ലാം നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് തന്നെ ഒരു വലിയ രാഷ്ട്രീയം, ഒരു പുതിയ രാഷ്ട്രീയം ഇവോൾവ് ചെയ്യുന്നുണ്ടെന്ന് അത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് നോട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ ആർക്ക് വോട്ട് ചെയ്യും? CPM-നോ BJP-ക്കോ? തികഞ്ഞ CPM വിരുദ്ധതയാണ് ഈ കൂട്ടുകെട്ടിൽ. അതാണ് ഇപ്പൊ നേരത്തെ പ്രവീണം കുമാർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഞങ്ങളുടെ CPM വിരുദ്ധത. അത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മാധുവിൻ്റെ സംസാരം മറ്റേ ക്ലാഷായിട്ട് അത് മുടങ്ങിപ്പോയി. CPM വിരുദ്ധത. അപ്പോൾ CPM-നെ തോൽപ്പിക്കുക, അതിനു വേണ്ടി BJP-യെ ജയിപ്പിക്കുക, BJP-ക്ക് അധികാരം സമ്മാനിക്കുക, അതിലൂടെ ഞങ്ങൾ അധികാരത്തിൽ നോക്കുമ്പോൾ BJP-യെ തോൽപ്പിക്കുക എന്നതിൽ സ്വാഭാവിക സഖ്യമാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്നവരാണ് ഇവർ രണ്ടുപേരും. ദേശീയ തലത്തിലും സംസ്ഥാനത്തും അവരാണ്. അതാണ് കേരളത്തിലെ ഇവോൾവിംഗ് പൊളിറ്റിക്സ്. പിണറായി വിജയനും BD സതീശനും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇത് കേരള രാഷ്ട്രീയമാണ്. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞങ്ങളുടെ നാട് പത്തനംതിട്ട ജില്ല. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിൽ മാധു 2 തിരഞ്ഞെടുപ്പിൽ 5 സീറ്റേ ഉള്ളൂ അവിടെ ഞങ്ങളുടെ ജില്ലയിൽ, പത്തനംതിട്ടയിൽ. ഈ 5 സീറ്റ് UDF-ന്റെ കേന്ദ്രമാണ്. ഫിലിപ്പോസ് തോമസ് മുതൽ ഇങ്ങോട്ട് വലിയ വലിയ നേതാക്കന്മാർ എത്രയോ പേരാ. അവരൊന്നും ഇല്ലിപ്പം കേട്ടോ. ഒരു ജേക്കബ് ജോർജ് ഉണ്ട്, പ്രൊഫസർ ജേക്കബ് ജോർജ്. അദ്ദേഹം ഇന്ന് തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റാണ്.
കുന്നപ്പുഴ കുടുംബം പഴയ കേരള കോൺഗ്രസ്സുകാരാണ്. കുന്നപ്പുഴ വലിയ കുടുംബമാണ്, അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കുടുംബമാണ്. ഒരു ഇടത്തരം അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാർ, അവരൊക്കെ കേരള കോൺഗ്രസ്സുകാരാണ്. കേരള ഞങ്ങളുമായിട്ട് അത്ര ലോഹ്യമൊന്നുമില്ല, ഞങ്ങളുടെ ചെറുപ്പക്കാരുമായിട്ട് ലോഹ്യമൊന്നുമില്ല. അത്രയ്ക്ക് ഒരു കേരള കോൺഗ്രസ് KSC അങ്ങനെ ഞാൻ പോകുന്നില്ല. അപ്പോഴേ അവരൊക്കെ ഉണ്ടല്ലോ, കേരള കോൺഗ്രസ് ക്ഷയിച്ചപ്പോൾ അവരെങ്ങോട്ട് പോയി? അവർ CPM-ലേക്ക് പോയി. മധു, അതാണ് ആ CPM-ലേക്ക് പോയത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ പള്ളിയിലൊന്നും ഒരു ക്രിസ്ത്യാനിയും CPM-കാരനും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴവിടെല്ലാം CPM ഇഷ്ടം പോലെ ഉണ്ട്. മാരാമണം അത് പ്രതിഫലിച്ചു 2 തെരഞ്ഞെടുപ്പിൽ. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും? അതാണ് എന്റെ ചോദ്യം. അത് കേരളത്തിലെ ഇവോൾവിംഗ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ. ശരി ശരി ശ്രീ VK സനോജ്, നോക്കൂ, നിങ്ങളുടെ തൃശ്ശൂർ മേയറെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാകുന്നു. ആ നിലയ്ക്ക് ഇപ്പോൾ നേരത്തെ അങ്ങ് എണ്ണി പറഞ്ഞതിന് പകരമായി VR അനൂപ് എണ്ണി പറയുന്നുണ്ട്. ശ്രീ ശ്യാംരാജ് അങ്ങയോട് കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഈ നിലയ്ക്ക് നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ അവിടെ ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് നമ്മൾക്ക് പറഞ്ഞു ശീലമുള്ളത് കൊണ്ട് പറയുന്നതാണ്. അതിനപ്പുറത്തൊരു ഓപ്പറേഷൻ അരിവാൾ ചുറ്റിക നക്ഷത്രം നിങ്ങൾ നടത്താൻ ശ്രമിച്ചിടത്താണ് മറ്റത്തൂരിലെ അട്ടിമറികളുടെ തുടക്കം എന്നുള്ളതാണ് ആരോപണം. അതായത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും അദ്ദേഹം നൽകുന്നില്ല. ഇപ്പം ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച 8 പേർ അപ്പം BJPയുടെ ഭരണം വരും എന്ന് കണ്ട് BJPയുമായി ഡീലുണ്ടാക്കി രാജിവെച്ച് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിഹ്നത്തിൽ മത്സരിച്ച ആളെ അയോഗ്യനാക്കാൻ ആവശ്യമായിട്ടുള്ള നിയമം ഇന്ന് കേരളത്തിലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതൃത്വം ആ കാര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂറുമാറ്റ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി അവരെ അയോഗ്യരാക്കാതിരുന്നത്? അപ്പോൾ അവരെ അയോഗ്യരാക്കുന്നതിൽ എന്തുകൊണ്ട് ഇത്രമാത്രം താമസം കാണിക്കുന്നു? എന്തുകൊണ്ട് ഈ നിസ്സംഗത പാലിക്കുന്നു? അതിനുള്ള ഉത്തരം നൽകണ്ടേ? കോൺഗ്രസിന് ഞങ്ങൾക്ക് വേണ്ട, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള അവിടെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണ്ടേ? അതിന് ഉത്തരം കൊടുക്കുന്നതിന് പകരം പണ്ട് തൃശ്ശൂരിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തൃശ്ശൂരിലെ മേയർ BJPക്ക് അനുകൂലമായ ഒരു പ്രസ്ഥാനം നൽകിയിട്ടുണ്ട്. ഇതേ ചോദ്യം അപ്പുറം ചോദിക്കാം. ശശി തരൂർ ഇപ്പോൾ ആരെക്കുറിച്ചാണ് നല്ലത് പറയുന്നത്? ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏത് ഘടകത്തിലാണ് ഉള്ളത്? ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നാൽ നിരവധി ചോദ്യങ്ങൾ അപ്പുറത്തുണ്ട്. പിന്നെ തൃശ്ശൂരെ കാര്യം തന്നെ പറഞ്ഞാൽ തൃശ്ശൂരിലെ വോട്ട് എണ്ണിയപ്പോൾ 90,000 വോട്ട് കോൺഗ്രസിൻ്റെ ആവിയായി പോയില്ലേ? കോൺഗ്രസിൻ്റെ വോട്ട് ആവിയായി പോയപ്പോൾ അവിടെ DCC ഓഫീസിൽ കൂട്ടത്തല്ല് നടന്നല്ലോ. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെച്ചല്ലോ അനൂപേ. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തേക്കുണ്ടെന്ന് മറന്നുപോകരുത്. പിന്നെ ഞാനിവിടെ രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിച്ചത് ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നായിരുന്നു നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇപ്പം ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആയി മാറുന്നു. അതിന് നേർ ചിത്രമല്ലേ നമ്മൾ കാണുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകുന്ന എന്തിനാണ്? നിങ്ങളിപ്പോൾ BJPയിലേക്ക് പോയിട്ടുള്ള കുറച്ച് ആളുകൾ ലിസ്റ്റൊക്കെ ഇവിടെ വായിച്ചു. നിങ്ങൾ വായിച്ച ലിസ്റ്റും ഞാനിവിടെ പറഞ്ഞ പേരുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ മുൻ കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലേ, മുൻ KPCC അധ്യക്ഷന്മാര്, മുൻ PCC അധ്യക്ഷന്മാര് എല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട് പോവുകയല്ലേ? ഞാൻ പറയട്ടെ, എൻ്റെ അവസരമാണ്, ഇപ്പോൾ വഴങ്ങുന്നില്ല. കൂട്ടത്തോടെ അങ്ങോട്ട് പോവുകയല്ലേ? കൂട്ടത്തോടെ അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, അരുണാചലിലൊക്കെ നേരത്തെ ജനങ്ങൾ വിജയിപ്പിച്ച, കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിച്ച ആളുകൾ കൂട്ടത്തോടെ രാജിവെച്ചിട്ട് BJP അനുഭവത്തിൽ എന്താ അവിടെ എന്താ നടന്നത്? ഗോവയിൽ എന്താ നടന്നത്? ഇപ്പം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂട്ടി മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക, എന്നിട്ട് BJPയുമായി ഡീലുണ്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് പോവുക. ഇവരിപ്പോൾ പറഞ്ഞല്ലോ ഔസേഫിൻ്റെയും ഒക്കെ കാര്യം. ഇവിടെ 4ാം വാർഡില് UDFിന്റെ സ്ഥാനാർത്ഥി ആരാണ്? ശാലിനിയാണ്. ചിഹ്നം കൈപ്പത്തിയാണ്. കൈപ്പത്തി ചിഹ്നം തോറ്റുപോയല്ലോ. 11ാം വാർഡിൽ KR ഔസേഫ് അല്ലേ? 4ാം വാർഡിൽ ഇപ്പോൾ പ്രസിഡന്റായ ആളും വിജയിച്ചു. 2 പേരും സ്വതന്ത്രരാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ആളുകൾ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളുണ്ടായിരുന്നു, അവർ തോറ്റുപോയതാണ്. ഇപ്പം നേരത്തെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആദ്യം പറഞ്ഞ ആളുകൾ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏതായാലും കോൺഗ്രസിൻ്റെ വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആൾ 8 പേർ രാജിവെച്ചിട്ട് BJPക്ക് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അത് കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ ശ്രീ സനോജ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഈ ഔസേപ്പിനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ CPM നടത്തിയ ശ്രമങ്ങളാണ് അവിടെ ഈ പറയുന്ന കൂറുമാറ്റങ്ങൾക്കും ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്കും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയതെന്നാണ് അവരുടെ ആരോപണം.
അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഇവിടെ ഒരു സഖ്യമുണ്ടാകണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ പറയേണ്ടതില്ല. പക്ഷെ ആ ശ്രമങ്ങളുടെ തുടക്കം, അട്ടിമറി തുടക്കം ആദ്യം ഒരു മിനിറ്റ് CPM-ന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് 10 മെമ്പർ ഉണ്ടായത് LDF-ന് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഔസേപ്പ് കോൺഗ്രസ് ഇനത്തിൽ മത്സരിച്ച ആളാണോ? ഔസേപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ? നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം ആകെ നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം സ്ഥലത്ത് സ്വതന്ത്രരുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട്, വിമത കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ രാഷ്ട്രീയത്തിൽ സാധാരണയല്ലേ? അതുപോലെയാണോ ഇത്? BJP-ക്ക് ഒരു പ്രാദേശിക സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം കൂറുമാറ്റ നിയമം ഇവിടെ നിലനിൽക്കെ ആ നിയമത്തെ ഉപയോഗപ്പെടുന്നതിന് പകരം DCC പ്രസിഡന്റ് ഒരു ലെറ്റർ പേരിൽ ഒരു കത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം അവിടെ നിൽക്കും. എന്തുകൊണ്ട് DCC പ്രസിഡന്റ് ഒരു ലെറ്റർ പേരിൽ ഒരു കത്ത് കൊടുക്കാൻ നിന്നിട്ടില്ല? അപ്പൊ ഔസേഫിനെ ഞങ്ങൾ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് വലിയ ആരോപണമായിട്ട് പറയുന്നത്. ഔസേഫ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളല്ല. ഔസേഫ് താമര ചിഹ്നത്തിൽ മത്സരിച്ച ആളല്ല. ഔസേഫിനെ ജനങ്ങൾ പ്രത്യേകിച്ചും വലിയ മെജോറിറ്റി ഇല്ലാത്ത സമയത്ത് സ്വതന്ത്രരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരണത്തിൽ ബോർഡ് രൂപീകരണത്തിലൊക്കെ സ്വാഭാവികമായും നടക്കുന്നതാണ്. അത് മാത്രമേ ചെയ്തുള്ളൂ എന്നുള്ളതാണ് CPM അക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. ശ്രീ പ്രവീൺ M. കുമാർ, അവിടെ UDF-ന്റെ പാനലിൽ ജയിച്ചു വന്ന ആളുകൾ നാളെ അയോഗ്യരാവുകയാണെങ്കിൽ പിന്നീടുള്ള രാഷ്ട്രീയ തീരുമാനം എന്താണ്? നിങ്ങൾ വലിയ ചർച്ചകൾ ഒരുമിച്ചെടുത്ത തീരുമാനമൊക്കെയാണല്ലോ. നിങ്ങളുടെ B പ്ലാൻ എന്താണ്? ഇവിടെ A പ്ലാന്റെയും B പ്ലാന്റെയും ഒന്നുമില്ല. അതൊരു വൈകാരികമായ ഒരു തീരുമാനം മാത്രമായിരുന്നു. സ്വാഭാവികമായി പാർലമെന്ററി ഔസേപ്പ് ആരാണെന്ന് ചോദിക്കുന്നല്ലോ. ഔസേപ്പ് UDF-ന്റെ പാർലമെന്റ് പാർട്ടി നേതാവായിരുന്നു. ഈ തവണത്തെ 10 പേരുടെയും നേതാവാണ്. അവിടെ ഈ വിപ്പ് കൊടുക്കേണ്ട ആളാണ് ഈ ഔസേപ്പ്. സ്വാഭാവികമായി ഔസേപ്പ് അവിടെ കൂറുമാറിയപ്പോൾ ഉണ്ടായ ആ ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ നടന്നത്. ഈ കേവലം ഒരു ഗ്രാമത്തിലെ ഈ പറയുന്ന ചെറിയൊരു സംഭവത്തെ അടിസ്ഥാനമാക്കി അതൊരു വലിയ സ്കെയിലായിട്ട് അളക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പറയുന്ന BJP-യും ഈ പറയുന്ന CPM-ഉം ചേർന്നാണ് VP സിംഗിനെ പിന്തുണച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സംവിധാനം ഈ ഭാരതത്തിലുണ്ടായി മാതൃക കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും പറയണ്ട. ഈ പറയുന്ന തൃശ്ശൂരിൻ്റെ മേയറാണ്, ഞങ്ങളുടെ ജില്ലയിലെ തൃശ്ശൂരിൻ്റെ മേയർ കൃത്യമായി നേരത്തെ ഞങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് കൈയടക്കമില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുക? നിങ്ങൾ അനുദിനം നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു ഗ്രാമത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രാധാന്യമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നെ എവിടെയാണ് പോരാട്ടം നടക്കുന്നത്? അവനവന്റെ വാർഡ്, അവനവന്റെ പഞ്ചായത്ത്, അവിടെ രാഷ്ട്രീയ നെറി കാണിക്കാൻ കഴിയാതെ ഇരിക്കുന്നവർക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എന്ത് അടിത്തറ ശ്രീ പ്രവീൺ M. കുമാർ? ഇവിടെ കൃത്യമായി പാർട്ടിയുടെ ഇടപെടലുണ്ടാകും. ഇതിന് തീരുമാനം ഉണ്ടാവും. ഈ നിങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ ആരെങ്കിലും ഒരാൾ BJP-യിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇവിടെ തീരുമാനം ഉണ്ടാവുന്നേ. ആരായാലും പല മാധ്യമങ്ങളും തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ പോലും ഈ BJP-യിൽ പോയിട്ടില്ല. നിങ്ങളുടെ ഏത് നേതാവ്? നിങ്ങൾ രാജിവെച്ച പാർട്ടിയുടെ നേതാവ് എങ്ങനെയാണ് നിങ്ങളുടെ നേതാവാകുന്നത്? നിങ്ങളുടെ ഏത് നേതാവ്? അവരെങ്ങോട്ട് പോയി? ഞങ്ങളുടെ VD സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ രാജിവെച്ച് കഴിഞ്ഞിടത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് VD സതീശൻ നേതാവാകുന്നത്? VD സതീശൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവാണ്, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ രാജിവെച്ച പാർട്ടിയുടെ നേതാവ് നിങ്ങളുടെ നേതാവോ? ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാര് 8 പേരെടുത്തൊരു തീരുമാനമാണ്. അവരുടെ വികാരപരമായി ഒറ്റുകൊടുത്തവനെതിരായുള്ള പ്രതിഷേധമാണ്. അത് കേവലം ഒരു പ്രാദേശിക ഇഷ്യൂവിനെ വളരെ ബോധപൂർവം മുഖ്യമന്ത്രി പോലും ഇത്തരം രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം പറയാം, നിങ്ങളെ ഒറ്റുകൊടുത്തവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ തോൽപ്പിച്ചത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടേത് എന്ന് വിചാരിക്കുന്ന പാർട്ടിയാണ് എന്നാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഔട്ട്കം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.